തിരുവനന്തപുരത്ത് നടി ശോഭന പ്രചാരണത്തിനായി ഇറങ്ങുകയാണ്. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയാണ് ശോഭന പ്രചാരണത്തിനായി ഇറങ്ങിയത്. താൻ BJP-കാരി എന്ന് ശോഭന തുറന്ന് സമ്മതിച്ചു. നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിലും ശോഭന പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ റോഡ് ഷോയിൽ തലസ്ഥാന നഗരിയിൽ പങ്കെടുക്കുകയാണ് ശോഭന. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നടി ശോഭന ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Shri Rajiv Chandrasekhar, and I'd like to wish him all the very best in the campaign. That's it. നാളെ മോദിജിയുടെ ഫംഗ്ഷനിലും I'm invited. നാളെ നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദിയെ കാണും. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയം വ്യക്തമാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതിലൂടെ നടി ശോഭന. നേരത്തെയും പ്രധാനമന്ത്രിയുമായി ഒപ്പമുള്ള വേദിയിൽ പങ്കെടുത്തിരുന്നു നടി ശോഭന. ഏറ്റവും പുതിയ വിവരങ്ങൾ തലസ്ഥാനത്തെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ നൽകും. ഗൂഗിൾ, എത്രത്തോളം പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങാണ്? റോഡ് ഷോയിൽ താരപ്രഭ ചുരിഞ്ഞുകൊണ്ട് ശോഭന പങ്കെടുക്കുമ്പോൾ എത്രത്തോളം അണികളുണ്ട്, പ്രവർത്തകരുണ്ട്, ആവേശമുണ്ടോ? പ്രജീഷ്, വൻ ജനസന്നാഹമാണ് നെയ്യാറ്റിൻകരയിലെ ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി BJP വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു യോഗത്തിൽ നടി ശോഭന എത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ശോഭന താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും മലയാളം പഠിച്ചതിന് ശേഷം മാത്രം തെരഞ്ഞെടുപ്പിലേക്ക് എത്തും എന്നൊക്കെയുള്ള ചില ഉത്തരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ, നാളെ പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം തുടങ്ങിയ വോട്ട് അഭ്യർത്ഥിക്കുകയൂടെ കാര്യം ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ, സ്ത്രീശക്തി പരിപാടിയിൽ അടക്കം പങ്കെടുത്ത് തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുകയാണ് ശോഭന. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ, അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമെന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ശോഭന തന്റെ രാഷ്ട്രീയം വെളിവാക്കുകയാണ് ഇവിടെ.